സാറെങ്ങനോ അറിഞ്ഞ ഇത് വലിയ പ്രശ്നമാവും. പ്രശ്നമായാലെന്താ? ഓ, അപ്പോ അതായിരുന്നല്ലേ മാഡത്തിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്താ രാജു ഉദ്ദേശിക്കുന്ന? അല്ല, വർമ്മ സാറിനോട് നമ്മൾ തമ്മില് പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ മാഡം വീണ്ടും ഈ അവസരം മുതലാക്കുമെന്ന് മാഡത്തിനൊരു ഉദ്ദേശം ഇല്ലേ എന്നെനിക്കൊരു ഭയം. ഇതുവരെ എനിക്കങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ രാജു പറഞ്ഞ ഐഡിയ കൊള്ളാം. എന്നാ ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ രാജു. നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് അച്ഛനെങ്ങാനും വിശ്വസിച്ചാലോ? ഒന്നും മാഡം എന്നെ ചതിക്കല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതാ രാജു. രാജു പേടിക്കണ്ട. മാഡം, എന്നെ ഈ റൂമിൽ നിന്ന് പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നൊന്ന് ആലോചിച്ച് പ്ലീസ്. മാഡം, ഈ റൂമിന് സ്പെയർ കീ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ സ്പെയർ കീ റൂമിനകത്താണോ പുറത്താണോ? സ്പെയർ കീ റൂമിന്റെ പുറത്തെവിടെയാ? ഋതിക മാഡം, യാമിനി മാഡത്തൊന്ന് വിളിച്ചു നോക്കാം. ചെറിയമ്മ ഇപ്പൊ വിളിച്ചാലും ചെറിയമ്മ നമ്മളെ തെറ്റിദ്ധരിക്കില്ലേ? യാമിനി മാഡത്തോട് ഞാൻ സംസാരിച്ചോളാം. ഋതിക മാഡം യാമിനി മാഡത്തെ കോൾ ചെയ്തിട്ട് ഫോൺ ഇങ്ങത്താ. ശരി രാജു. രാജു, പിന്നെ ഒരു കാര്യം. എന്താ? ചെറിയമ്മയുടെ കയ്യില് സ്പെയർ കീ ഉണ്ടെങ്കിലും രാജു ഉടനെ ചെറിയമ്മയോട് വരാൻ പറഞ്ഞോളരുത്. അതെന്താ? അത് രാജുവിന് അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മായി റൂമിലൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും കാണും. എന്റെ റൂമിൽ ഒരാൾ വന്നിട്ടുണ്ടെന്ന് അമ്മായിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അമ്മായി ഈ റൂമിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നത് രാജുവിനെ തന്നെയായിരിക്കും. ശരിയാണല്ലോ. വിളിക്ക. ഋതുമോളെ. ചെറിയമേ, ഞാൻ ഫോണ് രാജുവിന് കൊടുക്കാം. രാജുവിനോ? മോളിത് എവിടെയാ? ചെറിയമേ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഫോൺ ഞാൻ രാജുവിന് കൊടുക്കാം. ഹലോ യാമിനി മാഡം. രാജു, നിങ്ങളിത് എവിടെയാ? എന്തു പറ്റി? എന്താ ജയേട്ടാ? ജയേട്ട എന്താ മേശയിൽ വെച്ചത്? ഒന്നുമില്ല പ്രിയേ. ഒന്നുമില്ലെന്നോ? എന്തോ ഒരു കള്ള ലക്ഷണം. എന്താന്ന് പറ ജയേട്ടാ. നീ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പ്രിയേ? നീ എന്താ ഇങ്ങനെ പോലീസുകാർ പ്രതികളെ ചോദ്യം ചെയ്യുന്ന പോലെ? ജയേട്ട ഒന്ന് മാറിക്കേ, ഞാൻ ഒന്ന് നോക്കട്ടെ. വേണ്ട പ്രിയേ, മാറ് ജയേട്ടാ, ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതെവിടുന്ന ജയേട്ടാ ഈ ക്യാഷ്? പ്രിയേ, അത് എന്തിനാ ജയേട്ടാ ഈ കള്ളത്തരം? എവിടെ നിന്നാന്ന് പറഞ്ഞാൽ എന്താ? ജേട്ടാ, എവിടെ നിന്നാ ഈ കാശെന്നാ ചോദിച്ചേ? പ്രിയ, നീ ബഹളം വെക്കണ്ട. ഈ കാശ് രമ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. രമ്യയുടെ കയ്യിന്നോ? എന്തിന്? ജേട്ടൻ എന്തിനാ വീണ്ടും രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേ? എടി, ഹോട്ടലിൽ ഫയർ ആക്സിഡന്റ് കാര്യം നീ അറിഞ്ഞില്ലേ? അതൊന്ന് നേരെയാക്കാൻ വീണ്ടും പണം ആവശ്യം വന്നു. അതിന് ജേട്ടൻ എന്തിനാ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചേ? എന്താ ജേട്ടാ ഇതൊക്കെ? പിന്നെ രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ നിന്റെ അച്ഛനോട് അമ്മയോട് ചോദിച്ചാ അവര് ഒരു കാശ്. നിങ്ങളിത് എന്താ ഈ പറയുന്നേ? നിങ്ങൾക്കിത് എന്തു പറ്റി? നിങ്ങൾ വീണ്ടും തുടങ്ങിയോ? എന്ത് തുടങ്ങിയൊന്നു? കുറച്ചുനാള് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. രമ്യ നിങ്ങൾക്ക് കണ്ണെടുത്താ കാണാൻ പാടില്ലായിരുന്നല്ലോ. ഇപ്പൊ ഇതെന്തു പറ്റി? ചേട്ടാ, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിക്കണ്ട. ഇതൊന്നും ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? എനിക്ക് കാശിന് ആവശ്യമുണ്ട്. ഈ കാശ് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റില്ല.
ഈ കാശുണ്ടാക്കാനുള്ള കഷ്ടപ്പാടൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്നുവെച്ച് രമ്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്നതിനുള്ള കൈക്കൂലിയാണോ ഈ പണം? ഇത് ഋതികയോടുള്ള ചതിയല്ലേ? എടി, ഋതിക മാഡത്തിന് അളിയൻ വിവാഹം കഴിക്കാനൊന്നും പോണില്ല. അതിനുവേണ്ടി അളിയനെ സപ്പോർട്ട് ചെയ്ത് ഞാനും കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയതാ. വെറുതെ കുറെ സമയം കളഞ്ഞതല്ലാതെ വേറെ യാതൊരു പ്രയോജനം ഉണ്ടായില്ലെന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ? രമ്യ രാജുവിന്റെ ഭാര്യയാകാൻ പോകുന്നതായിരിക്കും ദൈവനിശ്ചയം. എടി പ്രിയെ, നീ ഒന്ന് അടങ്ങ്. ഒന്ന് സമാധാനത്തിലെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും പണം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനും എനിക്കാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യും. എടി, ഞാനിതൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? നീ എന്നെ ഒന്ന് മനസ്സിലാക്കി പ്രിയേ. എടി, നീ എന്റെ കൂടെ നിന്ന രമ്യയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിനുള്ള കാശ് നമുക്ക് പിച്ചെടുക്കാം. നിന്റെ അനിയ സ്നേഹവും ആവശ്യമില്ലാത്ത പിടിവാശിയൊക്കെ കുറച്ച് വേണ്ടെന്ന് വെക്കേ. മനസ്സിലായോ നിനക്ക്?